അപ്പം അങ്ങനെ കാത്തിരുന്ന ദിവസം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അച്ഛനെ കൂട്ടാനായിട്ട് മട്ടന്നൂർ എയർപോർട്ടിലോട്ട് പോവാണ്. സമയം ഇപ്പം 2:15 അപ്പം നമ്മളെ വീട്ടിൽ നിന്നും 1 മണിക്കൂറത്തെ യാത്രയുള്ളൂ മട്ടന്നൂർ എയർപോർട്ടിലോട്ട്. അച്ഛൻ്റെ ഫ്ലൈറ്റ് 9 മണിക്ക് അച്ഛൻ ഫ്ലൈറ്റ് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3:30 ആകുമ്പോഴത്തേക്കും അച്ഛൻ അവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ നേരെ മട്ടന്നൂർ എയർപോർട്ടിലോട്ട് പോവുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടി ചില്ലായിട്ട് ആകാംക്ഷയോടെ പോവുകയാണ് അച്ഛനെ കാണാനായിട്ടുള്ള. എപ്പോഴും പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമാവാറായിരുന്നു പതിവ്. എന്താ വെച്ചാൽ അച്ഛനെ കൊണ്ടാക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ തിരിച്ച് ഇതുപോലെ കൂട്ടിയിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതാ നമ്മൾ നേരെ മട്ടന്നൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി വെക്കുന്നതിൻ്റെ പാർക്കിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഉള്ളിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 3:15 ആകുമ്പോഴത്തേക്കും ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം വൃത്തിയൊക്കെ വണ്ടിയിൽ ചാടി കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അച്ഛനെ കാണാനുള്ള ആകാംക്ഷയിലാണ്. അവന് ഒത്തിരി ടോയ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഭയങ്കര ആകാംക്ഷയിലാണ് വൃത്തിയുള്ളത്. അപ്പം അങ്ങനെ നേരെ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. നമ്മൾ കറക്റ്റ് 3:15 തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറത്തെ യാത്രയെ ആവശ്യമുണ്ടായിരുന്നു. ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത്രയും കൂടി ലേറ്റ് ആവുമായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അച്ഛന് ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന കാത്തിരിക്കലാണ് ഇനിയത്തെ സമയം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും എയർപോർട്ടിലോട്ട് വരുന്ന സമയത്ത് ഒന്നിക്കൽ അച്ഛനും അനിയനും കൊണ്ടാക്കാൻ വരുന്ന സമയമായിട്ട് സന്തോഷമൊന്നും ഉണ്ടാവാറില്ല. ഭയങ്കര സാഡായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ കൂട്ടാൻ വരുന്ന സമയത്താണ് നമ്മൾ ഇതുപോലുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഇവിടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഭയങ്കര ആകാംക്ഷയിലാണ്. ഓരോരോ ആൾക്കാർ അതിൽ പോകുമ്പോൾ അച്ഛനാണോ എന്നുള്ളൊരു ആകാംക്ഷയിൽ ഇങ്ങനെ എത്തി നോക്കുവാണ്. അപ്പം അങ്ങനെ ഫ്ലൈറ്റിൽ ആൾ കുറവാന്ന് തോന്നുന്നു. ഒരു 9-10 ആൾക്കാർ മാത്രമേ ഇതിൽ കൂടി കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അച്ഛനോട് ചോദിച്ചപ്പോഴും ഫ്ലൈറ്റിൽ ആൾ കുറവാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രെഡും ചിക്കൻ കറിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കണി അച്ഛൻ വന്നതിന് ശേഷം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് ഫുഡും കൂടി കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ അങ്ങനെ അച്ഛനും എത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അതങ്ങനെ നേരെ ഇതാ പ്രത്യേക അച്ഛനെ കണ്ട് പെട്ടിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നേരെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ വിടുവാണ്. ഇനി എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ പോകണം. 1 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. എങ്കിലും അച്ഛൻ എന്തായാലും ഫ്ലൈറ്റിൽ ഫുഡൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി കഴിച്ച് അതൊക്കെ വീട്ടിലോട്ട് പോകാം. വേഷനിരുന്നിട്ട് വീട്ടിലോട്ട് പോകണ്ടല്ലോ എഴുതി.